ഗുഡ് മോർണിംഗ്. നമുക്ക് ഗ്ലോബലൈസേഷൻ എന്താണെന്ന് അറിയാം അല്ലേ? നമുക്ക് ന്യൂ എക്കണോമിക് പോളിസീൻ്റെ ഭാഗമായിട്ട് 1991 നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നമ്മുടെ ഗ്ലോബലൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത് അല്ലേ? ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്തെന്ന്, ഒരു ഗ്ലോബൽ മാർക്കറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ HRM-മായി ബന്ധപ്പെട്ടിട്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, HR മാനേജേഴ്സിന് ഈ നമ്മുടെ ഇപ്പോൾ ഉള്ള കാലത്ത് നമുക്ക് സ്മോൾ ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് മാത്രമേ ഉള്ളൂ എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, ഇപ്പോഴല്ല, കുറച്ച് മുന്നേ. അപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി? HR മാനേജേഴ്സിന് ഗ്ലോബലി എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതായത് ലോകത്തുള്ള ഏത് ഭാഗത്തു നിന്ന് നമുക്ക് ആവശ്യമുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ സക്സസ് എന്ന് പറയുന്നത് മാനേജേഴ്സിൻ്റെ ഡൈവേഴ്സ് എബിലിറ്റിയാണ്. എങ്ങനെ? നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേൾഡിൽ നിന്ന് ഹയർ ചെയ്യുന്നതിലൂടെയാണ് നമ്മളെ ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യണം? നമ്മുടെ HR മാനേജർ നല്ല രീതിയിൽ മൈൻഡ്ഫുൾ ആയിരിക്കണം. അതായത് അവർ ചിന്തിക്കേണ്ട കാര്യം തിങ്ക് ഗ്ലോബൽ ആക്ട് ലോക്കലാണ്. അതായത് ആഗോളപരമായിട്ട് ചിന്തിക്കുകയും ലോക്കലായിട്ട് അവർ ആക്ട് ചെയ്യുകയും ചെയ്യണം അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ലോക്കലായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്, അതായത് നമ്മുടെ യാഥാസ്ഥികതയിൽ അല്ലെങ്കിൽ നമ്മുടെ കൃത്യതയാർന്നിട്ടുള്ള നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുകയും ലോകം മൊത്തം നമ്മൾ ചിന്തിക്കുകയും വേണമെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇപ്പോൾ പല HR മാനേജേഴ്സും ചെയ്യുന്ന കാര്യം എന്താണ്? ലോക്കലായിട്ടുള്ള റിസോഴ്സസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഡൈവേഴ്സ് ആയിട്ടുള്ള HR പ്രൊഫഷണൽസിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹയർ ചെയ്യേണ്ടത്. ഫോറിൻ ടാലൻസ്, അതായത് വിദേശത്തു നിന്നുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം? ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. എങ്കിൽ മാത്രമേ വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ മാത്രമേ കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഡൈവേഴ്സിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നതോട് കൂടിയിട്ട് എന്തൊക്കെ ഇമ്പാക്റ്റാണ് നമുക്ക് ഉണ്ടായതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ട് മാനേജിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നത്. അത് തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പല ഭാഷയും പല സംസ്കാരമുള്ള ആൾക്കാരാണ് വരുന്നതെന്ന് നമുക്കറിയാം അല്ലേ? പല ലാംഗ്വേജ് ആയിരിക്കും, പലതരത്തിലുള്ള വൊക്കാബുലറി ആയിരിക്കും, അവരുടെ സംസാര ശൈലി ആയിരിക്കും അവർക്കുണ്ടാവുക, പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായിരിക്കും വരിക. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള വർക്ക് തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി മാനേജിങ് എക്സ്പെർട്ടൈസ് എന്നാണ് പറയുന്നത് അല്ലേ? അതായത് നമ്മുടെ ഹോം കൺട്രിയിലത്തെ എംപ്ലോയീസ് മറ്റ് രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ അത്. അപ്പോൾ എന്താ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ വാല്യൂ സിസ്റ്റം, കൾച്ചർ, ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്ന് അല്ലേ? അപ്പോൾ നമ്മൾ റിക്രൂട്ടിങ് ചെയ്യുന്നത്, നമ്മുടെ മോട്ടിവേഷൻ, ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അണ്ടർസ്റ്റാൻഡിങ് എക്സ്പാട്രിയേറ്റ് നീഡ്സ് ഈസ് എ പ്രൈം കൺസേൺ ഫോർ ദ ഹ്യൂമൻ റിസോഴ്സ് ടീം. അതായത് മറ്റ് രാജ്യങ്ങളുടെ ആൾക്കാരുടെ അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാണ് പ്രധാനപ്പെട്ട കടമ എന്നാണ് പറയുന്നത്. അതിന് 3 ഡിഫറൻസ് ഇൻ ദി എംപ്ലോയ്മെൻറ്റ് ലോ അല്ലേ? നമ്മുടെ രാജ്യത്തൊരു തൊഴിൽ നിയമമുണ്ട്, മറ്റു രാജ്യങ്ങളുടെ അവരുടേതായ തൊഴിൽ നിയമങ്ങളുണ്ട് അല്ലേ? അപ്പോൾ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള തൊഴിൽ നിയമങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിയമമല്ല വേറൊരു രാജ്യത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സോ ഇവിടെ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നോട്ട് ഓൺലി ദ മോണിറ്ററി ബെനിഫിറ്റ് ബിക്കംസ് എസെൻഷ്യൽ ബട്ട് ഓൾസോ ദി നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് സച്ച് ആസ് ലീവ്സ്, ഫ്ലെക്സി ടൈംസ് ആർ ഇമ്പോർട്ടൻറ്റ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഹ്യൂമൻ റിസോഴ്സ് പോളിസി അല്ലേ? അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ തൊഴിൽ നിയമങ്ങൾ മാത്രമല്ല, ചില സമയത്ത് തൊഴിൽ ചെയ്യേണ്ട സമയം അല്ലെങ്കിൽ അതിൻ്റെ ടൈമിങ്സ്, ലീവ്, ഇതൊക്കെ ഓരോ രാജ്യത്തും ഓരോ തരത്തിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഇൻ്റർനാഷണൽ ലെവലിൽ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റാണ് മാനേജിങ് ഔട്ട്സോഴ്സിങ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗ് എന്ന് വെച്ചാൽ വേറൊരു രാജ്യത്ത് നിന്ന്, നമുക്കറിയാമല്ലോ BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് ഔട്ട്സോഴ്സ്ഡ് എംപ്ലോയീസ് ടു മാനേജ് ബിസിനസ് ആർ ദ ബിഗ് ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ. മാനേജിങ് ദ BPO KPO എംപ്ലോയീസ് വർക്ക് വിത്ത് ഡിഫറെൻറ്റ്
culture, different language, working complexity, opposite shift and new shift the area, human resource managing the expectation of these employees is a challenge for today's HR, and this challenge is a result of globalization അല്ലേ. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്താ, ഷിഫ്റ്റിൻ്റെ കാര്യത്തിലായാലും ലാംഗ്വേജിൻ്റെ കാര്യത്തിലായാലും ഇതൊക്കെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇതാണ് ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത്. പിന്നെ മാനേജിങ് വെർച്വൽ എംപ്ലോയീസ് എന്ന് പറയുന്നത്, വെർച്വൽ എന്ന് വെച്ചാൽ ഓൺലൈനായിട്ടല്ലേ. അതായത് നമ്മളിപ്പോൾ ഗ്ലോബലായിട്ട് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലേ. ക്ലയൻറ്റ്സ് ലൊക്കേഷൻ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ന്യൂ ടു ദം. അപ്പോൾ അവരുടെ ആർക്കാണ് സേവനം ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണ് ജോലി ചെയ്യുന്നത് അവരെന്ന് പറയുന്ന ഒരു സ്ഥലത്തും ഇവർ വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ഇവരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് HR മാനേജറെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR. കോർപ്പറേറ്റ് ഹൗസസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രാക്ടീസ് ഓഫ് ഡൂയിങ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓൺ ദി society has emerged from the Western countries. It is one of the ways of make the presence felt in the host country. Employees are encouraged to participate in such activities which helps to reduce stress working with multinational companies അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ, ഈ കോർപ്പറേറ്റ് കമ്പനികൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ വെസ്റ്റേൺ കൺട്രീസിൽ, ഇവിടെ അല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ കേട്ടോ. അപ്പോൾ അത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേസ് മേക്ക് ദ പ്രസൻസ് ഫെൽറ്റ് ഇൻ ദ ഹോസ്റ്റ് കൺട്രി അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നല്ല കാര്യങ്ങളാണ് ലഭിക്കുന്നത്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ല റിയാക്ഷൻസ് ആണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസ് ആർ എൻകറേജ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സച്ച് ആക്ടിവിറ്റീസ്. അപ്പോൾ അതിൽ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ആ നല്ല CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ അവർ നല്ല രീതിയിൽ മൾട്ടിനാഷണൽ കമ്പനീസിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി കോപ്പിംഗ് വിത്ത് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് അല്ലേ. ഫ്ലെക്സിബിൾ, നമുക്ക് തോന്നുന്ന രീതിയിൽ ജോലി ചെയ്യുന്നത് അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അല്ലേ. ദ പ്രാക്ടീസ് ഓഫ് ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവേഴ്സ് ആസ് എമേർജ്ഡ് ആസ് വൺ ഓഫ് ദ റിറ്റൻഷൻ ഇനീഷ്യേറ്റീവ് വർക്ക് ഫോഴ്സ്, എസ്പെഷ്യലി വുമൺ എംപ്ലോയീസ് ഹു ക്യാൻ മെയിൻറ്റെയിൻ ദ വർക്ക് ലൈഫ് ബാലൻസ് അല്ലേ. പ്രധാനമായിട്ടും ഈ സ്ത്രീകൾക്കാണ് മിഡ് നൈറ്റിലൊന്നും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. അപ്പോൾ ഫ്ലെക്സിബിളായിട്ടുള്ള ജോലി സമയം ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നു. ദ പ്രാക്ടീസ് ഓഫ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഈസ് റിസൾട്ട് ഓഫ് വർക്കിംഗ് ബിയോണ്ട് നോർമൽ ടൈം സോൺ. അതെ, ഇപ്പോൾ രാവിലെ 10 മണി മുതൽ 5 മണി വരെ എന്നുള്ള അത് നോർമൽ വർക്കിംഗ് ടൈമാണ്. അതിന് പുറമെ ഇപ്പോൾ രാത്രി പണി ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറെ ഏതെങ്കിലും സമയം കണ്ടെത്തിയിട്ട് ജോലി ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് ടൈംസ് വന്നിട്ടുണ്ട്. ഓർഗനൈസേഷൻ വിച്ച് ഹാവ് എ ഗ്ലോബൽ പ്രസൻസ് നീഡ് ദ അറ്റൻഷൻ ഓഫ് എംപ്ലോയീസ് അറ്റ് വേരിയസ് ടൈംസ്. അപ്പോൾ ഏത് സമയം 24/7 എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നാണ് അവിടെ പറയുന്നത്, ഷിഫ്റ്റായിട്ടൊക്കെ. ഇനി ഇവല്യൂഷൻ ഓഫ് മോർ പാർട്ട് ടൈം ആൻഡ് ടെമ്പററി വർക്ക്. അതായത് പ്രധാനമായിട്ടും സ്റ്റുഡൻസ്, വുമൺസ്, എൽഡർലി പീപ്പിൾസ് എന്ത് ചെയ്തു, പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് വന്നു. The concept of part-time employment contract job have been emerged from the practice of MNCs since 100% of workforce of permanent payroll is quite an expensive matter to this organization അല്ലേ. ചില വലിയ കമ്പനികൾ, ഇപ്പോൾ ഫ്ലിപ്കാർട്ടൊക്കെ പോലെയുള്ള കമ്പനികൾ, ആമസോൺ പോലെയുള്ള കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് എംപ്ലോയീസിനെ വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്തിനാണ് പാർട്ട് ടൈം ആയിട്ട് വെക്കുന്നത്, ഫുൾ ടൈം എംപ്ലോയീസിനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഭയങ്കര ചിലവായിരിക്കും അല്ലേ. അപ്പോൾ കമ്മീഷൻ ബേസിലൊക്കെ പാർട്ട് ടൈം എംപ്ലോയീസിനെ വെക്കുന്നത് അതിൻ്റെ വേറൊരു കാര്യമെന്നാണ് പറയുന്നത്. ഇനി കോപ്പിംഗ് അപ്പ് വിത്ത് എമർജിംഗ് ടെക്നോളജീസ് ആൻഡ് ഇക്വിറ്റി മെഷർ അല്ലേ. എവറി എംപ്ലോയി ഇൻ ടുഡേസ് ലീഡിംഗ് ഓർഗനൈസേഷൻ ഈസ് ബീയിങ് ട്രെയിൻഡ് വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജി, എസ്പെഷ്യലി വിത്ത് ERP കൺസെപ്റ്റ് ലൈക്ക് SAP ഓർ പീപ്പിൾ സോഫ്റ്റ് അല്ലേ. ഇന്നുള്ള എല്ലാ ആൾക്കാരും, നമ്മളിപ്പോൾ ടാലിയിലൊക്കെ ERP 9 പഠിക്കുന്നില്ലേ, അതേപോലെ ഇന്നത്തെ എല്ലാ എംപ്ലോയീസും ട്രെയിൻ ചെയ്യപ്പെടുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസിലാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിലാണെന്നാണ് അവിടെ പറയുന്നത്. These steps have been taken by MNCs to equip the employees with the latest technology, enabling the employee to cope with the change in technologies. Certification like Six Sigma are available to employees to manage the business as on international platform. അതായത് എന്തിനാണ് ഇവർ ചെയ്യുന്നത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസിൽ വന്നു കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര് ചെയ്തു വെക്കുന്നത്, നമ്മുടെ MNCs, മൾട്ടിനാഷണൽ കമ്പനീസ് ചെയ്തു വെക്കുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ചേഞ്ചിങ്
പേഴ്സ്പെക്റ്റീവ് ഫ്രം സബോർഡിനേറ്റ്സ് ടു ബിസിനസ് പാർട്ട്നേഴ്സ്. അതായത് നമ്മുടെ കാഴ്ചപ്പാട് മാറുകയാണ്, ബിസിനസ്സുകാരുടെ കാഴ്ചപ്പാട് മാറുകയാണ്. പണ്ടൊക്കെ എന്താ, സബോർഡിനേറ്റ്സ്, താഴെ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഏതിലേക്ക് മാറി? നമ്മുടെ പാർട്ട്നേഴ്സായിട്ട്, ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് ആരെ കണക്കാക്കുന്നു? നമ്മളെ എംപ്ലോയീസിനെ കണക്കാക്കുന്നു, അല്ലേ? ദ ഷിഫ്റ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഇൻ ടുഡേയ്സ് MNCs ദാറ്റ് കൾച്ചർ ഓഫ് സബോർഡിനേറ്റ് ഈസ് ഗെറ്റിംഗ് എക്സ്റ്റിങ്ക്റ്റ്. എംപ്ലോയീസ് ഹാവ് ബീൻ ട്രീറ്റഡ് ആസ് ബിസിനസ് പാർട്ട്നേഴ്സ്. Every employee is responsible towards the growth of the organization and considered as a partner in the company. അല്ലേ? ഇപ്പോൾ എല്ലാ ആൾക്കാരും ഓർഗനൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ എംപ്ലോയീസിനെ എന്തായിട്ട് കണക്കാക്കുന്നു? അവിടെ പാർട്ട്നേഴ്സായിട്ടാണ് കണക്കാക്കുന്നത്, അല്ലാതെ എന്തായിട്ടല്ല, അവിടെ നമ്മുടെ എംപ്ലോയീസ് ആയിട്ടല്ല അവിടെ കണക്കാക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിന് ചില എക്സാമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, എംപ്ലോയ്മെൻറ്റ്, ഗ്ലോബൽ അക്വിസിഷൻ ഓഫ് പേഴ്സണൽ, ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ്, പോച്ചിങ് മീൻസ് സ്നാച്ചിങ് കീ പേഴ്സണൽ ഫ്രം കോമ്പറ്റീറ്റേഴ്സ്, അട്രാക്ഷൻ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അപ്ഗ്രേഡിങ് ഓഫ് സ്കിൽസ്, യൂസ് ഓഫ് ന്യൂ ടെക്നോളജീസ്. അതായത് ഈ കാലത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. എംപ്ലോയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? ലോകത്തുനിന്ന് എല്ലായിടത്തുനിന്നും നമുക്ക് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളാണ് എംപ്ലോയ്മെൻറ്റിൽ വന്ന മാറ്റങ്ങൾ. നമുക്ക് ലോകത്തുനിന്ന് എവിടെ നിന്നും നമുക്ക് പേഴ്സൺസിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, അവർക്ക് ഓൺലൈനായിട്ട് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, അല്ലേ? അതൊക്കെയാണ് അവിടെ പറയുന്നത്. ഇനി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അല്ലെ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റോ, അവർക്ക് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പുതിയ ടെക്നോളജീസ്, നമുക്ക് ഓഡിയോ വിഷ്വൽസും പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓൺലൈൻ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. വീഡിയോ കോൺഫറൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, അല്ലെ? ബിസിനസ് ഗെയിംസും സ്പെഷ്യൽ കോഴ്സസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി കോമ്പൻസേഷൻ, അല്ലേ? അവർക്ക് പല രീതിയിലുള്ള ശമ്പളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിലെന്താ, പേ ബാൻഡ് കോമ്പൻസേഷൻ, അതായത് പേ ബാൻഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കോമ്പൻസേഷനാണ്. പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ബോണസ്, അതായത് ഇത്ര സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര ബോണസ് കിട്ടും എന്നുള്ളത്. കരിയർ അഡ്വാൻസ്മെൻറ്റ്, ഇപ്പോൾ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമ്പൻസേഷൻ. പേഴ്സണൽ സർവീസ്, ഇപ്പോൾ അച്ഛനും അമ്മയും ജോലിക്ക് ഒരേ കമ്പനിയിൽ പോകുന്നുണ്ട്, അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കമ്പനി തന്നെ ഡേ കെയർ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കമ്പനിയിലേക്ക് വരാൻ ഫ്രീ ട്രാൻസ്പോർട്ടേഷനും, അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ജിം ഫെസിലിറ്റീസ് ചില കമ്പനികൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ റീസ്ട്രക്ചറിങ്, ഫ്ലാറ്റുകൾ കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, അഡോപ്ഷൻ ഓഫ് ഫ്ലാറ്റ് സ്ട്രക്ചർ, അതായത് അവിടെ ഒരു ഹൈറാർക്കി ഇല്ലാത്തൊരു സ്വഭാവം വരുന്നുണ്ട്. ഡൗൺ സൈസിങ് ഓഫ് വർക്ക് ഫോഴ്സ്, ആൾക്കാരെ ചുരുക്കി കൊണ്ടുവരുന്നുണ്ട്. റിഡംപ്ലോയ്മെൻറ്റ് ഓഫ് പേഴ്സണൽ, പിന്നെ ട്രെയിനിങ് ഓഫ് പേഴ്സണൽ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ന്യൂ ജോബ്സ്, അതായത് ആൾക്കാർക്ക് അവരുടെ കഴിവിനനുസരിച്ചിട്ട് പുതിയ ജോലികൾ കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റാണ് പറയുന്നത് HRM ആൻഡ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ള ഒരു പോർഷനാണ് നെക്സ്റ്റ് പറയുന്നത്, അല്ലേ? HRM ഫിലോസഫി എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് HRM ഫിലോസഫിയിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ സസ്റ്റെയിൻഡ് ബിസിനസ് സക്സസ്, അല്ലേ? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ബിസിനസ് സക്സസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് when a firm sustains profit that exceeds the average for its industry, the firm is said to possess a competitive advantage over its rivals, അല്ലേ? എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? നല്ല തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സസിന് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കോമ്പറ്റീവ് അഡ്വാൻറ്റേജ്, അതായത് മത്സരത്തിൽ മറ്റുള്ള കമ്പനികളായി മത്സരിക്കുന്ന സമയത്ത് ഒരു ഉന്നത സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ദ ഗോൾ ഓഫ് മച്ച് ഓഫ് ബിസിനസ് സ്ട്രാറ്റജി ഈസ് ടു അച്ചീവ് എ സസ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, അതായത് മറ്റ് കമ്പനികളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ കമ്പനിക്ക് ഒരു മികച്ച മുന്നേറ്റം നേടണം, അല്ലെങ്കിൽ മത്സരത്തിൽ ഒന്ന് മുന്നേറണം എന്നുള്ളതാണ് എല്ലാ കമ്പനികളും ആഗ്രഹിക്കുന്ന കാര്യം. An organization acquire competitive advantage by using its people effectively and utilizing their expertise to meet clearly defined objectives. കമ്പനിയുടെ ലക്ഷ്യങ്ങൾ പ്രകാരം ഒരു കമ്പനീൻ്റെ അവർക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ ഹ്യൂമൻ റിസോഴ്സസിനെയും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. എ കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് എക്സിസ്റ്റ് വെൻ ദ ഫേം ഈസ് ഏബിൾ ടു ഡെലിവർ ദ സെയിം ബെനഫിറ്റ് ആസ് കോമ്പറ്റീറ്റേഴ്സ് ബട്ട് അറ്റ് എ ലോവർ കോസ്റ്റ്. എന്താ ഇത് പറയുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോൾഗേറ്റും ക്ലോസപ്പും
കോൾഗേറ്റും ക്ലോസപ്പും എല്ലാം ടൂത്ത് പേസ്റ്റിൻ്റെ കമ്പനികളാണ്. അപ്പോൾ കോൾഗേറ്റ് എന്ത് ചെയ്യുന്നു, ക്ലോസപ്പ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ മണവും കൂടുതൽ ടേസ്റ്റും കൊടുക്കുന്നു. പക്ഷേ രണ്ടിനും ഒരേ വിലയാണ്, രണ്ടും ഒരേ ഉപയോഗത്തിനാണ്. അപ്പോൾ കോൾഗേറ്റിന് എന്തുണ്ട്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ. പിന്നെ എന്ത് ചെയ്യുന്നു, കോൾഗേറ്റ് ക്ലോസപ്പിനെക്കാട്ടിയും ക്ലോസപ്പ് കോൾഗേറ്റിനെക്കാട്ടിയും വില കുറവാണ്. അപ്പോൾ ക്ലോസപ്പിന് എന്തുണ്ട്, മണവും ഗുണവും കൂടുതലുണ്ട്, അല്ലെ മണവും കളറും കൂടുതലുണ്ട്, വിലയും കുറവാണ്. കോൾഗേറ്റിനാണെങ്കിൽ വിലയും കൂടുതലാണ്, കളറും ഇല്ല, സെയിം കാര്യം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ആർക്കാ കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത്, ക്ലോസപ്പിനാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് എക്സിസ്റ്റ് വെൻ ദ ഫേം ഈസ് ഏബിൾ ടു ഡെലിവർ ദ സെയിം ബെനിഫിറ്റ് ആസ് കോമ്പറ്റീറ്റേഴ്സ് ബട്ട് അറ്റ് എ ലോവർ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഓർ ഡെലിവർ ബെനിഫിറ്റ്സ് that exceed those of competing products. Thus, a competitive advantage enables the firms to create superior value of its customers and superior profit for itself. Building human resource-based competitive advantage is a difficult task in a new organization operating in an external environment characterized by cutthroat competition, fast pace of technology changes, unbalanced government policies, turmoil in global condition, etc. ഇതൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ചിട്ട് നല്ല രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ സെയിം പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ സാധിച്ചെങ്കിൽ അതാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുന്നത്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സുപ്പീരിയർ ആയിട്ടുള്ള വാല്യൂ നമ്മുടെ കസ്റ്റമേഴ്സിനും നമുക്കൊരു സുപ്പീരിയർ പ്രോഫിറ്റും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് തന്നെയാണ് എക്സ്റ്റേണൽ എൻവറോൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. അവിടെ എന്തുണ്ട്, നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, ടെക്നോളജി ചേഞ്ചസ് വരുന്നുണ്ട്, ഗവൺമെൻറ് പോളിസീസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലും ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Okay, any human resources can add value to improving efficiency, enhancing firms' ability to satisfy customers' needs. For example, employees empowerment program tend to make performance more sensitive to variations, human skill, knowledge and attitude, which ensure മെൻ്റൽ എഫേർട്ട് ഫോർ ക്രിയേറ്റിംഗ് വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ട് കാര്യം, ഈ ഹ്യൂമൻ ബീയിങ്ങിനെ നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു കമ്പനിക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, ഗുഡ് പ്രൊഡക്ഷനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഗുഡ് പ്രൊഡക്ഷനൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും അറിയിട്ട് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ചിട്ട് കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ if employees' capabilities cannot be maintained by other firms, it will help to attain competitive advantage over rival firms. അതായത് നമ്മുടെ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ അവരുടെ കഴിവുകളെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എങ്കിൽ നമ്മുടെ മത്സരാർത്ഥികളെ നമ്മളോട് പോരാടുന്ന മറ്റ് കമ്പനികൾ എന്ത് ചെയ്യും, അവർ നമ്മുടെ കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് അടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, if a competitor is able to substitute another resource or technology and achieve the same benefit, then human resource would not provide the sustainable source of competitive advantage. അതായത് നമ്മൾ എത്ര നല്ല രീതിയിലാണോ ഗവൺമെൻറ് പോളിസീസും എക്സ്റ്റേണൽ കണ്ടീഷൻസും ചേഞ്ചസ് ഇൻ ടെക്നോളജീസൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നത്, അത്രയും മികച്ചതായിരിക്കും നമ്മുടെ കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് പറയുന്നത് അവിടെ. ഓക്കെ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പോർഷൻസ് കഴിഞ്ഞു.